പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിൽ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ നിലപാട് വ്യക്തമാക്കും. പിണറായി സന്നദ്ധനായില്ലെങ്കിൽ മാത്രം KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവാകും. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് നൽകേണ്ട എന്ന് CPM-നുള്ളിൽ ധാരണ. തോൽവി വിശദമായി ചർച്ച ചെയ്യാൻ CPM നേതൃയോഗങ്ങളിൽ ഈ മാസം ചേരും. റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തയാണ് ഇതിൽ ഏറ്റവും പ്രധാനം, മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്നതുതന്നെ. മധു, മുഖ്യമന്ത്രിയുടെ തീരുമാനം 10-ാം തീയതി ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലായിരിക്കും അദ്ദേഹം പറയുക എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒന്നടങ്കം പിണറായി വിജയനോട് പ്രതിപക്ഷ നേതാവ് ആകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ പോളിറ്റ് ബ്യൂറോ എടുക്കുന്ന തീരുമാനം, അതിൽ പിണറായി എടുക്കുന്ന തീരുമാനവും ഒപ്പം പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി എടുക്കുന്ന അതേ തീരുമാനം അതേപടി തന്നെ നടപ്പിലാകുമോ എന്ന സംശയം ചില നേതാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് പോളിറ്റ് ബ്യൂറോ യോഗത്തിലായിരിക്കും അന്തിമമായ തീരുമാനമുണ്ടാവുക. പോളിറ്റ് ബ്യൂറോയുടെ പിറ്റേ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും അത് കഴിഞ്ഞ് 2 ദിവസം സംസ്ഥാന കമ്മിറ്റിയും വിളിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാനാണിത്. മറ്റൊരു കാര്യം, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് വേണം എന്ന ആവശ്യം ബിനോ വിശ്വം ഇന്നലെ MV ഗോവിന്ദനെ കണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അത് നൽകാനാവില്ല എന്ന നിലപാട് MV ഗോവിന്ദൻ മറുപടിയുമായി നൽകി. അത് CPM-ന്റെ നേതൃയോഗത്തിലുണ്ടായ തീരുമാനമാണ്. 2011 പ്രതിപക്ഷത്ത് അവസാനം LDF ഇരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് VS അച്യുതാനന്ദനും ഉപനേതാവ് സ്ഥാനത്ത് കോടിയേരി ബാലകൃഷ്ണനുമായിരുന്നു. അത് ഓർമ്മിപ്പിച്ചാണ് നൽകാൻ കഴിയില്ല എന്ന കാര്യം അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത്.